പരാമർശം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നടത്തുന്ന CPM-ന്റെ അവസ്ഥ എന്താ? CPM ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് തീവ്രവാദം പറയുമ്പോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അങ്ങനെ ഒരു തീവ്രവാദം ആരോപിക്കുവാൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്? പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറയുന്ന യേശുവിന്റെ പ്രസ്താവനയെ മുന്നിൽ വെച്ചുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള എന്തർഹതയുള്ളത്? കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് മാത്രം നമുക്ക് സംസാരിക്കാം. CPM ഇവിടെ നടത്തിയ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം എത്രയാ? സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരെ കുലംകുത്തി എന്ന് പറഞ്ഞുകൊണ്ട് 52 വെട്ടുവെട്ടി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കൊലപാതകം നടത്തി. ആ കൊലപാതകികൾ സഞ്ചരിച്ച ഇന്നോവ കാറിന്റെ പിറകിൽ മാഷാ അല്ലാഹ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ മുസ്ലിങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ച കപട രാഷ്ട്രീയത്തിന്റെ തീവ്രവാദത്തിന്റെ ഭീകരമായ അജണ്ട പേറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന CPM-ന് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് തീവ്രവാദം പറയേ, ജമാഅത്തെ ഇസ്ലാമിക്കാര് ഭീകരവാദികളാണെന്ന് പറയാൻ എന്തർഹതയാണ് യഥാർത്ഥത്തിൽ CPM-നുള്ളത്? ഈ നാട്ടിൽ നടത്തിയ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട്? ആ കൊലപാതകങ്ങൾക്ക് നിങ്ങൾക്ക് രാഷ്ട്രീയമായി ന്യായമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് എത്രമാത്രം അപകടകരമാണ്. ആ അപകടകരമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് തീവ്രവാദം പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാര് ഏതെങ്കിലും ഒരു CPM-കാരനെ കൊന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു BJP-കാരൻ നേരെ വാളോങ്ങിയിട്ടുണ്ടോ? മറ്റേതെങ്കിലും പാർട്ടിയിലുള്ള പ്രവർത്തകർക്ക് നേരെ ആ സ്വഭാവത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം ജമാഅത്തുകാർ നടത്തിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയൊന്നും നടത്താതെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഈ തീവ്രവാദവും ഭീകരവാദവും പറയുമ്പോ എന്തുകൊണ്ടാണ് നടത്താത്തത് എന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ ഒരു മാർഗവുമുണ്ട്. ലക്ഷ്യം നന്നായി കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് ഏത് മാർഗവും സ്വീകരിക്കാമെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വരട്ടുവാദമാണ്. ലക്ഷ്യം നന്നായാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഏത് മാർഗവും സ്വീകരിക്കാം. CPM സ്വീകരിക്കുന്ന നിലപാടാണ്. അവർക്ക് ലക്ഷ്യമുണ്ട്. തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അത് തന്നെ ജനാധിപത്യ വിരുദ്ധ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന ആശയത്തിൽ നിന്നുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സ്വീകരിച്ച വഴികൾ എന്താണ്? ഏത് വഴിയും സ്വീകരിക്കാം. 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച കൽക്കട്ട തിസീസ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. എന്താ കൽക്കട്ട തിസീസ്? അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന VT രണദവെ, ആ VT രണദവയുടെ നേതൃത്വത്തിൽ ഒരു സിദ്ധാന്തം ഉണ്ടാക്കി. ആ സിദ്ധാന്തമാണ് കൽക്കട്ട തിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1.5 വർഷക്കാലത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പ്രവർത്തിച്ചത് ആ കൽക്കട്ട തിസീസിന്റെ വെളിച്ചത്തിലാണ്. എന്താ കൽക്കട്ട തിസീസിൽ പറയുന്നറിയോ? ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ ഗവൺമെന്റിനോട് പൊരുതിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് ജനാധിപത്യ പ്രക്രിയകളിലൂടെയുള്ള ഇടപെടലുകളിലൂടെ മുന്നോട്ട് പോയി ഒരു തീരുമാനത്തിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഈ രാജ്യത്ത് സായുധ വിപ്ലവത്തിലൂടെ, സായുധ പോരാട്ടത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ മാത്രമേ കഴിയൂ എന്ന് തീരുമാനിച്ച് 1.5 വർഷക്കാലത്തോളം ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ച പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. ആ ചരിത്രത്തെ ഇന്നും അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ഇല്ല. VT രണദവെ എന്ന് പറഞ്ഞാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇന്നും പോവിട്ട് പൂജിക്കുന്ന നേതാവ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയം ജില്ലാ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കോട്ടയം ജില്ലാ ഓഫീസിന്റെ പേര് VT രണദവെ സ്മാരക മന്ദിരമെന്ന ആ പേരില ഇന്നും ആ പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ചരിത്രം മുന്നോട്ട് പോയ, അങ്ങനെയുള്ള പാരമ്പര്യത്തിലൂടെ മുന്നോട്ട് പോയ ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് തീവ്രവാദം പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാര് ഭീകരവാദികളാണെന്ന് പറയുന്നത്. ഇത് പറയുമ്പോ അല്പം നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്പം ഈ ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള വർത്തമാനമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒരു തെളിവ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഈ സദസ്സിൽ നിന്നുകൊണ്ട്, ഈ വേദിയിൽ നിന്നുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന സഖാക്കൾ ഉണ്ടെങ്കിൽ വളരെ ഗുണകാംക്ഷയോടുകൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിങ്ങൾക്ക് വിമർശിക്കാം. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് എത്ര ആരോപണങ്ങളും നിങ്ങൾക്ക് ഉന്നയിക്കാം. പക്ഷെ വസ്തുതാപരമായിരിക്കണം.
സത്യസന്ധമായിരിക്കണം. സത്യസന്ധമായ വിമർശനങ്ങളെയും ആരോപണങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുവാൻ ചരിത്രത്തിൽ ആർജവം കാണിച്ച പ്രസ്ഥാനം കൂടിയ ജമാഅത്തെ ഇസ്ലാമി. കുറവുകളും പോരായ്മകളും ഒക്കെ മനുഷ്യ സഹജമാണ്. ആ മനുഷ്യ സഹജമായ പോരായ്മകൾ ആർക്കും ചൂണ്ടിക്കാണിക്കാം. അത് ഗുണകാംക്ഷയോടെ സ്വീകരിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു മടിയുമില്ല, ഒരു പ്രയാസവും അതിനകത്തില്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ്. നട്ടാൽ മുളക്കാത്ത നുണകൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ട് ജോസഫ് ഗീബൽസ് ജർമ്മനിയിൽ നടത്തിയ അതേ പ്രചരണം ഇന്ന് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിക്കൊണ്ട് നടത്തി. ഈ നാട്ടിലുള്ള ജനങ്ങളുടെ മനസ്സിനകത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അപകടമുള്ള ഒരു സാധനമാണ്. മുസ്ലിങ്ങൾ അധികാരത്തിൽ വരാൻ പാടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുസ്ലിങ്ങളായ ആളുകൾ വന്നേക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങളായ ആളുകളുടെ വലിയ ഒരു ആധിപത്യം അവിടെ ഉണ്ടാകും. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടായാൽ തന്നെ എന്താ സംഭവം? മുസ്ലിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റൂലേ? ഒരു ജനാധിപത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ സ്വാഭാവികമല്ലേ ഏത് വിഭാഗത്തിൽപ്പെട്ടവരും അധികാരത്തിൽ വരാന്ന് പറഞ്ഞാൽ? പക്ഷേ അങ്ങനെ അധികാരത്തിൽ വരാൻ പാടില്ല. മുസ്ലിങ്ങളായ ആളുകൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അപകടമാണ് ഉണ്ടാവുക എന്ന് പറയുന്ന പ്രചരണത്തെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി CPM ശ്രമിക്കുമ്പോ പച്ചക്കള്ളങ്ങൾ, നട്ടാൽ മുളക്കാത്ത നുണകൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ട് ഈ പ്രചരണം നടത്തുമ്പോ ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത്, ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ ഈ പ്രചരണവുമായി ഇനിയും നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2026 ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി CPM എന്ന് പറയുന്ന പാർട്ടി അറബിക്കടലിന്റെ ആടിയിൽ ആടി കെട്ടിയിറക്കി പിന്നെ ഒരു നിമിഷം പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ചരിത്രത്തിന്റെ ഭാഗമായി അത് മാറും എന്നത് മാത്രമാണ് സംഭവിക്കാൻ പോകുന്നത്. ബംഗാളിൽ സംഭവിച്ചതുപോലെ, ത്രിപുരയിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും CPM ആ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിന്റെ അപകടം തിരിച്ചറിയേണ്ടത് ഒന്നാമത് നിങ്ങളാ, ഞങ്ങളൊന്നുമല്ല. അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പിന്നെ പറയുന്ന ആരോപണം മതരാഷ്ട്രവാദമാണ്. ആ പദം കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടെ ബേജാറും കലിപ്പുമായി എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാര് മതരാഷ്ട്രവാദികളാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയമുണ്ട്, ഒരു സംശയവുമില്ല. ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഇസ്ലാമിന്റെ രാഷ്ട്രീയമാണ്. ഇസ്ലാമിനകത്ത് രാഷ്ട്രീയമുണ്ടെങ്കിൽ ആ ഇസ്ലാമിനകത്തുള്ള രാഷ്ട്രീയം എത്ര അളവിലുണ്ടോ അത്രയും അളവിൽ ജമാഅത്തെ ഇസ്ലാമിക്കുമുണ്ട്. പക്ഷേ അത് മതരാഷ്ട്രവാദമല്ല, അത് പൊളിറ്റിക്കൽ ഇസ്ലാമല്ല, അത് ഇസ്ലാമിന്റെ രാഷ്ട്രീയമാണ്. അത് ഇസ്ലാമിക് പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്കൽ ഇസ്ലാമല്ല, മതരാഷ്ട്രവാദമല്ല, തിയോക്രസി അല്ല. തിയോക്രസി ആണെങ്കിലും മതരാഷ്ട്രവാദമാണെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാം ആണെങ്കിലും ഇസ്ലാമിന് നേരെ വലിയ ശക്തമായ പ്രചരണങ്ങളുടെ ഭാഗമായി രൂപപ്പെടുത്തിയ അപകടകരമായ ഒരു മനോഭാവത്തിന്റെ പേര് കൂടിയാണ്. ലോകത്ത് നമുക്കറിയാമല്ലോ, വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും ഒക്കെ തകർക്കപ്പെട്ട 2001 സെപ്റ്റംബർ 11 ശേഷമുണ്ടായ ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷമുണ്ട്. ഇല്ലാത്ത ശത്രുവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇവിടെയുള്ള ഇസ്ലാമും മുസ്ലിങ്ങളും ഈ ലോകത്തിന്റെ ശത്രുവാണ് എന്ന സ്വഭാവത്തിലുള്ള പ്രചരണം ശക്തിപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുത്തിയ ഒരു അന്തരീക്ഷം, ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷമുണ്ട്. ആ യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത ആശയമാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളായ ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ അജണ്ടകൾ ഉയർത്തിപ്പിടിക്കുന്നവരെല്ലാം ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, അവര് മതരാഷ്ട്രവാദികളാണ് എന്ന സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ. അത് ഇസ്ലാമുമായി ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്രയോഗമേ അല്ല മതരാഷ്ട്രവാദം. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കും അങ്ങനെ ഒരു മതരാഷ്ട്രവാദമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് സയ്യിദ് അബുൽ അല മൗദൂദി എന്ന് പറയുന്ന വ്യക്തി ഉയർത്തിപ്പിടിച്ചത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെയാണ്. മതരാഷ്ട്രവാദം എന്ന് പറയുന്ന, തിയോക്രസി എന്ന് പറയുന്ന പുരോഹിതന്മാരുടെ താല്പര്യങ്ങൾ ഭരണത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു പൗരോഹിത്യത്തിൻ്റെതായ മതസങ്കല്പം ലോകത്ത് നിലനിർത്തുന്ന സംവിധാനമുണ്ടല്ലോ, ആ സംവിധാനം പൈശാചികമാണ്, അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ ഉറക്കെ പ്രഖ്യാപിച്ച നേതാവ് കൂടിയാണ് സയ്യിദ് അബുൽ അല മൗദൂദി. ആ മൗദൂദിയെ കുറിച്ച് കൂടിയാണ് മതരാഷ്ട്രവാദം എന്ന ഈ ആരോപണം ഉന്നയിക്കാറുള്ളത്. മതരാഷ്ട്രവാദം എന്ന് പറയുമ്പോ ഇന്ത്യ രാജ്യത്ത് നിന്നുകൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. RSSകാർ ഉയർത്തിപ്പിടിക്കുന്ന പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിനെ മതരാഷ്ട്രവാദം എന്ന് നമ്മൾ പറയാറുണ്ട്. അത് മതരാഷ്ട്രവാദം എന്ന്
ഏതാണ് RSS ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം? RSSന്റെ രാഷ്ട്രീയം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയമാണോ? ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്സ് ആണോ RSSകാരിയുടെ പറയുന്നത്? ഒരിക്കലുമല്ല. അല്ല എന്ന് CPM-കാർക്ക് അറിയാം. അത് നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് CPM തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പ്രശംസകൾ ചൊരിഞ്ഞ് ദേശാഭിമാനിയിലൂടെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ പ്രസ്താവനകളിലൂടെ പത്രസമ്മേളനങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ CPM-ന്റെ നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം വേദി പങ്കിട്ട് ചർച്ച നടത്തി കുറെ കാലം മുന്നോട്ട് പോയത് അതുകൊണ്ടുകൂടിയാ. ഇപ്പൊ അവര് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് തീവ്രവാദവും ഭീകരവാദവും മതരാഷ്ട്രവാദം പറയുന്നത് എന്ന് മുതലാ? 2019 മുതൽ അല്ലേ? 2019 മുതൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഈ മതരാഷ്ട്രവാദം പറഞ്ഞുകൊണ്ട് CPM-കാർ രംഗത്ത് വരാനുള്ള കാരണം എന്താണ്? 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി വളരെ സുചിന്തിതമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി സ്വീകരിച്ചു. ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ അധികാരമായി മാറി. ഇവിടെയുള്ള സകല സംവിധാനങ്ങളെയും ഹിന്ദുത്വവൽക്കരിക്കുവാനുള്ള അജണ്ടകളുമായി മുന്നോട്ട് പോകുമ്പോ ഇനിയും സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഹിന്ദുത്വ ഭരണകൂടം വന്നു കഴിഞ്ഞാൽ അത് ഈ നാടിന് അപകടമാണ്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മറുപക്ഷം ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരണം എന്ന കൃത്യമായ നിലപാടിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുക എന്ന ഒരു നയത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ 20 മണ്ഡലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും അംഗീകരിച്ച കാര്യമാണ്. നമ്മുടെ ആലപ്പുഴയിലെ ആരിഫ് എന്ന് പറയുന്ന MP ഒഴികെ കേരളത്തിലെ മറ്റുള്ള എല്ലാ മണ്ഡലങ്ങളിലും CPM അടപടലം പൊട്ടിപ്പാളിസായി. അവര് തോൽക്കണം എന്നതിനേക്കാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ ആഗ്രഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു അധികാര സംവിധാനം വരണമെങ്കിൽ അവർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറണമെന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അതാണ് ഉയർത്തിപ്പിടിച്ചത്. അതിന്റെ ഭാഗമായി ആ ഒരു നരേഷൻ കേരളത്തിന്റെ മണ്ണിൽ ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിച്ചപ്പോ ഈ നാട്ടിലുള്ള ജനങ്ങൾ അത് ഏറ്റെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 19 മണ്ഡലങ്ങളിലും CPM-ഉം ഇടതുപക്ഷവും പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതിനു ശേഷം CPM കേന്ദ്ര കമ്മിറ്റി കൂടി, പോളിറ്റ് ബ്യൂറോ കൂടി, കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി കൂടി, സെക്രട്ടേറിയറ്റ് കൂടി, എല്ലാ യോഗങ്ങളിലും അവർ മനസ്സിലാക്കിയത് ഇതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചരണം നാടേറ്റെടുത്തു. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ടുള്ള പ്രചരണങ്ങളുമായി ഇനി മുന്നോട്ട് പോവുക എന്നത് CPM അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയായി 2019 ശേഷം സ്വീകരിച്ചു. അന്ന് മുതലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ അവർക്ക് ഭീകരവാദികളായത്. അന്ന് മുതലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ തീവ്രവാദികളായത്. അന്ന് മുതലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ മതരാഷ്ട്രവാദികളായത്. കോടിയേരി ബാലകൃഷ്ണൻ അന്ന് നിയമസഭയിൽ വരെ ആര്യാടൻ മുഹമ്മദ്, മരണപ്പെട്ടുപോയ ആര്യാടൻ മുഹമ്മദ് നിയമസഭയിൽ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സംസാരിച്ചപ്പോ അതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്തുകൊണ്ട് നിയമസഭയിൽ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചത് ഇന്നും നിയമസഭാ രേഖകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകള് നേരെ മലക്കം മറിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ കുതിര കയറുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത് അവർക്ക് വോട്ട് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച സമയം മുതലാണ്. ഞാൻ പറഞ്ഞത് മതരാഷ്ട്രവാദത്തെ കുറിച്ചാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാര് മതരാഷ്ട്രവാദികളാണെന്ന് പറയുമ്പോ ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു നിലപാടില്ല. RSSന്റെ മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ? RSSകാര് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ, ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ രാഷ്ട്രീയാധിപത്യം ഈ രാജ്യത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമം നടത്തുമ്പോ ഒരു പ്രത്യേക വിഭാഗത്തെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് അപരവിദ്വേഷം, ഒരു പ്രത്യേക വിഭാഗത്തിനോടുള്ള വെറുപ്പ്, വിദ്വേഷം ആളിക്കത്തിച്ചുകൊണ്ട് വർഗീയപരമായ പ്രചരണത്തിലൂടെ, വംശീയമായ അധിക്ഷേപങ്ങളിലൂടെ, വംശഹത്യ അജണ്ടകളിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുന്ന RSSന്റെ മതരാഷ്ട്രവാദത്തിന്റെ ഏത് അംശമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തിലുള്ളത്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ സയ്യിദ് മൗദൂദിയുടെ 100 കണക്കിന് പുസ്തകങ്ങളുണ്ട്. മലയാളത്തിൽ തന്നെ എണ്ണമറ്റ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തക
പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും RSSന്റെ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ഒരു അംശം ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂല. കാരണം അതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം. ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്ന പൊളിറ്റിക്സ് ഇസ്ലാമിന്റെ പൊളിറ്റിക്സ് ആണ്. ഇസ്ലാമിനകത്ത് രാഷ്ട്രീയമുണ്ട്. മറ്റുള്ള മതങ്ങളെ പോലെ ആരാധനകളിൽ മാത്രം ഒതുങ്ങുന്ന, ആരാധനാലയങ്ങളിൽ മാത്രം ചുരുങ്ങുന്ന, ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന, ആഘോഷങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പരിമിതപ്പെടുന്ന ഒരു മതമല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൽ ആരാധനകളുണ്ട്, അതിൽ പ്രാർത്ഥനകളുണ്ട്, അതിൽ കുടുംബ ജീവിതമുണ്ട്, അതിൽ സാമൂഹ്യ ജീവിതമുണ്ട്, അതിൽ സാമ്പത്തിക ജീവിതമുണ്ട്, അതിൽ സംസ്കാരമുണ്ട്, അതിൽ നാഗരികതയുണ്ട്, അതിൽ രാഷ്ട്രീയമുണ്ട്, അതിൽ ഭരണമുണ്ട്, അതിൽ നിയമമുണ്ട്, അതിൽ നിയമനിർമ്മാണമുണ്ട്, അതിൽ വിദ്യാഭ്യാസമുണ്ട്, അതിൽ ആരോഗ്യമുണ്ട്, അതിൽ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാമുണ്ട്. അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ജീവിത ദർശനമാണ് ദ വേ ഓഫ് ലൈഫ്. ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിന്റെ പ്രായോഗിക മാതൃകയുടെ പേരാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെയാണ് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്നത്. ആ ഇസ്ലാമിനകത്ത് രാഷ്ട്രീയമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയമാണ് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണല്ലോ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ മേൽ പരിപൂർണമായി സമർപ്പിച്ച, യാതൊരു വിധത്തിലുള്ള സങ്കീർണതകളും കെട്ടിക്കൊടുക്കുകയുമില്ലാത്ത, അതിന്റെ അകത്തേക്ക് എന്തെങ്കിലും കയറ്റിവെക്കാനോ അതിലുള്ളത് പുറത്തേക്ക് തള്ളാനോ വേണ്ടതില്ലാത്ത വിധം സമ്പൂർണമായ ഒരു ജീവിത ദർശനമായി ദീനുൽ ഇസ്ലാമിനെ ഈ ലോകത്തിന്റെ മേൽ സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ മദീന കേന്ദ്രമായി ഒരു ഇസ്ലാമികമായ രാഷ്ട്ര സംവിധാനം കൂടി അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു സാമുദായിക രാഷ്ട്രമല്ല. മുസ്ലിം സമുദായത്തിന്റെ സങ്കുചിതമായ സാമുദായിക താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രമായിരുന്നില്ല മദീന കേന്ദ്രീകൃതമായ ഇസ്ലാമിന്റെ രാഷ്ട്രം. അതിനകത്ത് ജൂതന്മാരുണ്ടായിരുന്നു, അതിനകത്ത് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, അതിനകത്ത് മജൂസികളുണ്ട്, അതിനകത്ത് സാബികളുണ്ട്, അതിനകത്ത് മുശ്രിക്കുകളുണ്ട്, അതിനകത്ത് മതമുള്ളവരുണ്ട്, അതിനകത്ത് മതമില്ലാത്തവരുണ്ട്. ഇങ്ങനെ മനുഷ്യ സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിലും പെട്ട പരിച്ഛേദത്തിന്റെ ഒരു സമ്പൂർണമായ മനോഹരമായ ആവിഷ്കാരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന കേന്ദ്രമായി ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചപ്പോ ആ രാഷ്ട്രത്തിന് ഒരു ഭരണഘടന ഉണ്ടായി. ലോകത്തിലെ ചരിത്രത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന എന്നറിയപ്പെടുന്നത് സഹീഫത്ത് മദീന എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട മദീന ചാർട്ടർ എന്ന പേരിൽ നമുക്കൊക്കെ വായിക്കാൻ കിട്ടുന്ന 52 ഖണ്ഡികകളുള്ള ഒരു മനോഹരമായ ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ ഒന്നാമത്തെ ഖണ്ഡിക ഹാദിഹി ഉമ്മത്തുൻ വാഹിദ, ഇത് ഒരൊറ്റ ഉമ്മത്താണ്, ഇതൊരൊറ്റ ജനതയാണ്. ആര്? മുസ്ലിങ്ങൾ എന്ന് പറയുന്ന സാമുദായിക കൂട്ടരല്ല. മുസ്ലിങ്ങളും ജൂതന്മാരും ക്രിസ്ത്യാനികളും മജൂസികളും സാബികളും മുശ്രിക്കുകളും എല്ലാവരും കൂടി ചേർന്ന ഒരൊറ്റ ജനത. ആ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ മേൽ ഒരു മനോഹരമായ രാഷ്ട്രം സ്ഥാപിച്ചത്. അതിനുശേഷം ഖുലഫാഉർ റാഷിദുകളിലൂടെ 32 വർഷക്കാലം നീണ്ടുനിന്ന നീതിയുടെ മനോഹരമായ ആസ്വാദനങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും അനുഭവിക്കാൻ കഴിഞ്ഞ ഭരണകാലഘട്ടം. പിന്നീട് അമവിയ, അബ്ബാസിയ, മംലൂക്കിയ, ഉസ്മാനിയ എന്ന് തുടങ്ങി 1350 1400 വർഷക്കാലം നീണ്ടുനിന്ന ഇസ്ലാമിന്റെ ഭരണസങ്കല്പം ഈ ലോകത്ത് മനോഹരമായി ഈ ലോകത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞ റിയാലിറ്റിയാണ്. അതൊരു ഉട്ടോപ്യൻ സിദ്ധാന്തമൊന്നുമല്ല. ഇസ്ലാമിന്റെ രാഷ്ട്രീയം ആ അനുഭവിക്കാൻ കഴിഞ്ഞ കാലഘട്ടം വളരെ നീണ്ടു നിൽക്കുന്നതാ. അതിനകത്ത് മറ്റുള്ള മതവിഭാഗങ്ങളോടുള്ള വിദ്വേഷം, മറ്റുള്ള മതവിഭാഗങ്ങളെ വംശീയമായി ഉന്മൂലനം ചെയ്യുക, അവരെ 2ാം നമ്പർ പൗരന്മാരായി കാണുക എന്ന് പറയുന്ന ഒരു നിലപാട് ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തിനകത്തില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചത്. അതാണ് ഖുലഫാഉർ റാഷിദുകൾ. അതിൽ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ മുമ്പിൽ നീതി എന്ന് പറയുന്ന 2 അക്ഷരം, യാ അയ്യുഹല്ലദീന ആമനു കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിച്ച, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. നിങ്ങൾ അല്ലാഹുവിന് സാക്ഷിയായി നീതിക്ക് വേണ്ടി നിലകൊള്ളണം. ഒരു വിഭാഗത്തോടും നിങ്ങൾക്ക് ഏതെങ്കിലും സ്വഭാവത്തിൽ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ പോലും അവരോട് അനീതി പ്രകടിപ്പിക്കാൻ പാടില്ല.
എന്ന വേദവാക്യത്തിന്റെ അധ്യാപനത്തിൽ ഈ ലോകത്തിന്റെ മേൽ മനോഹരമായ നീതിയുടെ ആശയം നടപ്പിലാക്കിയപ്പോ ആ ഉമറിന്റെ ഭരണകാലത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന ഗാന്ധിജി, രാമരാജ്യത്തിന് വേണ്ടി നിരന്തരമായി ശബ്ദിച്ച ഗാന്ധിജി പറഞ്ഞില്ലേ, ഇന്ത്യ രാജ്യത്ത് ഞാൻ ഉമറിന്റെ ഭരണമാണ് ആഗ്രഹിക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ ഭരണം, ഇതാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്ന മനോഹരമായ ആശയത്തെ ഈ ലോകത്തിന് പഠിപ്പിച്ചത് ഇസ്ലാമാണ്. ആ രാഷ്ട്രീയമാണ് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്നത്. അത് സമൂഹത്തിൽ ഒരു വിധത്തിലുമുള്ള അപകടവും ഉണ്ടാക്കില്ലെന്ന് പ്രായോഗികമായി ലോകത്ത് തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ കമ്മ്യൂണിസമാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മതരാഷ്ട്രവാദം എന്ന ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മറ്റുള്ളവർക്കെതിരെയുള്ള അപരവിദ്വേഷം പ്രചരിപ്പിക്കുന്ന കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്ന് പറയുന്നത്. 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള കമ്മ്യൂണിസം ലോകത്ത് വളരെ കുറഞ്ഞ ഒരു കാലഘട്ടമാണ് അധികാരമായി മാറിയത്. ആ അധികാരത്തിന്റെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസം നടപ്പിലാക്കിയതിന്റെ പേരിൽ ഈ ലോകത്ത് നിന്ന് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് മടങ്ങേണ്ടി വന്നവരുടെ എണ്ണം എത്രയെന്നറിയോ? ഏറ്റവും ചുരുങ്ങിയത് 9.5 കോടി ജനങ്ങൾ. 9.5 കോടി ജനങ്ങൾ കമ്മ്യൂണിസം നടപ്പിലാക്കിയതിന്റെ പേരിൽ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. റഷ്യയിലെ ഏകാധിപതിയായ ഭരണാധികാരി, റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം, ജോസഫ് സ്റ്റാലിൻ. 3.5 കോടി ജനങ്ങളെയാക്കുന്നത് എന്തിനു വേണ്ടി? കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അധികമാണ് ഈ രാജ്യത്ത്, ഇത്രയും പൗരന്മാർ അധികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 3.5 കോടി ജനങ്ങളെ റഷ്യയിൽ നിന്ന് നിഷ്കരുണം തുടച്ചു നീക്കപ്പെട്ട ദർശനത്തിന്റെ പേരാണ് കമ്മ്യൂണിസം. പോൾപോട്ട് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കംബോഡിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു. ആ കംബോഡിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും ആ നാടിന്റെ ഏകാധിപതിയായ ഭരണാധികാരിയുമായ പോൾപോട്ട് കംബോഡിയയിലെ ജനസംഖ്യയുടെ 25% 4/1 ജനവിഭാഗങ്ങളെ കൊന്നുകളഞ്ഞു കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ കൊന്നു പറഞ്ഞോ? നിങ്ങൾക്ക് ഇന്ന് അവിടെ പോയി കഴിഞ്ഞാൽ ഇന്നും ആ കൊലപാതകം നടന്ന വംശഹത്യയുടെ സിംബലുകൾ ഇന്നും അവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു മരക്കുറ്റി നിങ്ങൾക്ക് കാണാം. ആ മരക്കുറ്റിയിൽ എട്ടും പോട്ടും തിരിയാത്ത പിഞ്ചു പൈതങ്ങൾ 2 കാലും പിടിച്ച് തലക്കടിച്ചു കൊല്ലും. 2 കാല് പിടിച്ച് തലക്കടിച്ചു കൊല്ലും. അങ്ങനെ കൊല്ലാന് പോൾപോട്ട് പറഞ്ഞൊരു ന്യായമുണ്ട്. എന്താണെന്നറിയോ? ഈ കുഞ്ഞുങ്ങളെ കൊല്ലാന് ബുള്ളറ്റ് ചെലവഴിച്ചാൽ അത് ഖജനാവിന്ന് പൈസ കൊടുക്കണ്ടേ? ഇതാണ് കമ്മ്യൂണിസം. ഇങ്ങനെ ഈ ലോകത്ത് അപകടകരമായ ഭരണമായി മാറിയ ഒരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് മതരാഷ്ട്രവാദവും ഭീകരവാദവും തീവ്രവാദവും പറഞ്ഞിങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്. ചൈനയിലെ മാവോ സേതു എത്ര ആളെ കൊന്നത് നിങ്ങൾക്കറിയോ? ആർക്കും അറിയില്ല. അത്രമാത്രം മനുഷ്യന്മാരെ ചൈനയിൽ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി മാവോ സേതു എന്ന് പറയുന്ന ഭരണാധികാരി കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊലപാതകത്തിന്റെ ഭീകരമായ അജണ്ടകൾ നടപ്പിലാക്കിയ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ മതരാഷ്ട്രവാദവും ഭീകരവാദവും തീവ്രവാദവും പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ദയവ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത്. നമ്മളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ നിങ്ങൾ എന്തോ അപകടമുള്ളവരാണെന്ന് ചിത്രീകരിക്കാൻ നമുക്ക് ആഗ്രഹമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പറയിപ്പിക്കുക, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഈ പാരമ്പര്യമുള്ള നിങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് ഭീകരവാദം തീവ്രവാദം പറയുന്നത്. എത്രമാത്രം വലിയ അപകടം! കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയരാജന്റെ പുസ്തക പ്രകാശനത്തിന്റെ വേളയിൽ കോഴിക്കോട് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 36 മിനിറ്റ് നീണ്ടുന്ന പ്രസംഗത്തില് 25 മിനിറ്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് ചെലവഴിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയാനാണ്. 36 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തില് 25 മിനിറ്റ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞപ്പോ എന്തെല്ലാം അപകടങ്ങളാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിക്കാര് ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാര് ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ആരാണ് ഖലീഫമാർ? KP ജലീൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം. പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. ആരാണ് ഖലീഫമാർ? ഈ ലോകത്ത് ഖലീഫമാർ നടത്തിയ ഭരണം ആർക്ക് വേണ്ടിയാണ്? ഈ ലോകത്ത് നീതി നടപ്പിലാക്കിയ ഭരണമല്ലേ?
സമൂഹത്തിന്റെ സ്പന്ദനങ്ങളും തുടിപ്പുകളും മനസ്സിലാക്കി നാടിന്റെ പുരോഗതി അതിന്റെ ഏറ്റവും വലിയ ഉന്നതങ്ങളിലെത്തിയ ഭരണ സംവിധാനമല്ലേ അത്. ആ സംവിധാനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ലോകത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല, ചരിത്രമറിയുന്ന എല്ലാ മനുഷ്യന്മാരും ആദരവോടെ ബഹുമാനത്തോടെ കാണുന്ന അങ്ങനെ ഒരു ഭരണം വന്നെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു നാട്ടിൽ നിന്നുകൊണ്ട് ഇവര് ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്കാണ് തിരിച്ചു കൊണ്ടുപോകുന്നത് എന്നുവരെ ജമാഅത്തെ ഇസ്ലാമി മുൻനിർത്തിക്കൊണ്ട് ഇവിടെ CPM-ന്റെ നേതാക്കന്മാർ ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുമ്പോ, പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഈ മതരാഷ്ട്രവാദം ഉൾപ്പെടെ വെറും ഉമ്മാക്കിയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു നിലപാടില്ല. ഒരു കാലത്തും ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിച്ചിട്ടില്ല. മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് അപകടകരമാണ്. ലോകത്തെ ചരിത്രത്തിൽ ആ മതരാഷ്ട്രവാദം, തിയോക്രസി എന്ന് പറയുന്ന ദൈവാധിപത്യത്തിന്റെ അജണ്ടകൾ ലോകത്തിന്റെ ചരിത്രത്തിൽ പലപ്പോഴും നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇസ്ലാമുമായി ബന്ധമുള്ള ചരിത്രമേ അല്ല, അത് മറ്റു പല വിഭാഗങ്ങളുടെയും ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ അത് ഇസ്ലാമിന്റെ മേൽ ചാർത്തി വെച്ചുകൊണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ തലയിൽ വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന് നേരെ, ഇസ്ലാമിന് നേരെ ഇതുപോലെയുള്ള നിരന്തരമായ വിദ്വേഷ പ്രചരണം ശക്തമായി നടത്തുവാൻ വേണ്ടി CPM ശ്രമിക്കുമ്പോ, പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് പോകുന്ന പ്രസ്ഥാനമല്ല അത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമിക്ക് ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയും നന്നാകണമെന്ന് ആഗ്രഹിക്കുകയും അതിൽ നിർബന്ധം പിടിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ കാശില്ലെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ പ്രവർത്തകരെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും, നിങ്ങൾക്ക് വായിക്കാം. ആ ഭരണഘടനയില് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ആദർശം എഴുതി വെച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം, അതിന്റെ ലക്ഷ്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ലക്ഷ്യം. അതോടൊപ്പം തന്നെ ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാനുള്ള മാർഗം ഏതാണെന്നും വളരെ കൃത്യമായി അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വഴി സ്വീകരിക്കാൻ പറ്റൂല. ആ എഴുതി വെച്ച വാചകങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വർഗ സംഘടനകൾ ഉണ്ടാക്കുന്ന, വർഗീയമായ വിദ്വേഷത്തിന്റെ പ്രചരണത്തിന് കാരണമാകുന്ന, രചനാത്മകമല്ലാത്ത, സർഗാത്മകമല്ലാത്ത, ജനങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന, ജനങ്ങൾക്കിടയിൽ കലാപമുണ്ടാക്കുന്ന, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിന്റെ വഴിയിൽ സ്വീകരിക്കാൻ പാടില്ല. വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ, പ്രവാചകാധ്യാപനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട വഴികളല്ലാതെ വേറെ ഒരു മാർഗവും സ്വീകരിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ കഴിഞ്ഞ 78 വർഷത്തിന്റെ ട്രാക്ക് റെക്കോർഡ്സിൽ ഭീകരവാദത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ വർഗീയ കലാപങ്ങളുടെയോ വംശീയ വിദ്വേഷത്തിന്റെയോ അപരമത പ്രയോഗങ്ങളുടെയോ ആയ യാതൊരു വിധത്തിലുള്ള പ്രചരണങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. അതിന്റെ വഴിയും മാർഗവും മനോഹരമാണ്. ഏതെങ്കിലും വഴിയിലൂടെ തോന്നിയ പോലെ സഞ്ചരിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന രീതി ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അന്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, സഹോദരിമാരോട്, എന്നെ ശ്രമിക്കുന്ന ഈ പ്രദേശത്ത് നല്ലവരായ നാട്ടുകാരോട് വളരെ ഗുണകാംക്ഷയോടുകൂടി ഞാൻ പറയുന്നത്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പഠിക്കുക. ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി അത് തെറ്റിന്റെ വഴിയിലൂടെ, വേണ്ടാധീനത്തിന്റെ മാർഗത്തിലൂടെ, ജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന വഴികളിലൂടെ ആണ് സഞ്ചരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് മാന്യമായി അതിന്റെ പ്രവർത്തകരോട് പറയാം. തിരുത്തേണ്ടത് ജമാഅത്തെ ഇസ്ലാമി തിരുത്തും. പക്ഷേ സംഭവിക്കുന്നത് അതല്ല. കാര്യമറിയാതെ എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ആർക്കും ഒരു ചുക്കും അറിയില്ല. AK ബാലൻ പോലും പറഞ്ഞ എന്താ? AK ബാലൻ പറഞ്ഞത്, ഇവിടെ ഒരു കൂട്ടരിപ്പോ കേരള യാത്ര നടത്തുന്നുണ്ടല്ലോ, കേരള യാത്ര നടത്തുന്ന AP വിഭാഗത്തിന്റെ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന സംഘടന, ആ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന സംഘടനയെ മുൻനിർത്തിക്കൊണ്ട് AK ബാലൻ പത്രക്കാരുടെ പരസ്യമായി പറയുകയാണ്, ഇവിടെ കേരള മുസ്ലിം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു കൂട്ടരിപ്പ് ഇവിടെ കേരള യാത്ര നടത്തുന്നുണ്ടല്ലോ എന്ന്. AP വിഭാഗം യഥാർത്ഥത്തിൽ AK ബാലന് നേരെ മാനനഷ്ട കേസ് കൊടുക്കണം.
എന്തായി പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഒന്നും അറിയില്ല. എന്താണ് ജമാഅത്തെ ഇസ്ലാമി? എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം? എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് അത് പ്രവർത്തിക്കുന്നത്? ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയായി അത് സ്വീകരിച്ചത് എന്താണ്? ഏറ്റവും മിനിമം ഇതെങ്കിലും മനസ്സിലാക്കണ്ടേ? ഇതൊന്നും അറിയാതെ എവിടെന്നോ എന്തൊക്കെയോ ആരെയോ പറയുന്നത് കേട്ട് ഒരു ശത്രുവിനെ ഉണ്ടായെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാവൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ CPM ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഖാക്കളോട്, എന്നെ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോട് ഉൾപ്പെടെ ഈ നാട്ടിലുള്ള നല്ലവരായ സുഹൃത്തുക്കളോട്, സഹോദരന്മാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ സത്യസന്ധമായി പഠിക്കുക. അതിന്റെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ആദർശം ജമാഅത്തെ ഇസ്ലാമി കണ്ടുപിടിച്ചൊന്നല്ല. സയ്യിദ് അബ്ദുൽ അല മൗദൂദി അദ്ദേഹത്തിന്റെ ഇജ്തിഹാദിലൂടെ കണ്ടെത്തിയ ഒരു പുതിയ ആദർശമൊന്നുമല്ല. മറിച്ച് ലോകത്ത് മുസ്ലിം സമുദായം എല്ലാ കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലൂടെ പരിചയപ്പെടുത്തപ്പെട്ട ആദർശവാക്യമാണത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ എന്ന് ഖുർആൻ പറയുമ്പോ എല്ലാ പ്രവാചകന്മാർക്കും വഹിയിലൂടെ പടച്ചതമ്പുരാൻ അറിയിച്ചു കൊടുത്തത് എന്താ? ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാൻ മാത്രമാകുന്നു ഇലാഹ്, അതുകൊണ്ട് എനിക്ക് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ എന്ന അള്ളാഹുവിന്റെ ഈ വചനം, ആ വചനം ലോകത്ത് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ് ലോകത്തെല്ലാ പ്രവാചകന്മാരെയും നിയോഗിച്ചത്. ആ ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ആദർശത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഒരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ അംഗീകരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും നിയന്ത്രിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും. ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല, അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും മാത്രമല്ല, സാമൂഹ്യ ജീവിതത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ, സാംസ്കാരിക മേഖലകളുടെ, നാഗരികത കെട്ടിപ്പടുക്കുന്നതിന്റെ, ഭരണമുണ്ടാകുന്നതിന്റെ, നിയമനിർമ്മാണത്തിന്റെ എല്ലാ അടിസ്ഥാനവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമായിരിക്കുമെന്ന് പടച്ചതമ്പുരാൻ അവന്റെ വേദഗ്രന്ഥത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുമ്പോ, അതുകൊണ്ടാണ് ആ ആദർശവാക്യത്തെ പരിചയപ്പെടുത്തുമ്പോ വിശുദ്ധ ഖുർആൻ ഒരു മനോഹരമായ ഉപമ പറയുന്നത്. കലിമത്തുൻ തയ്യിബത്തുൻ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തുതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആദർശവാക്യം അത് മനോഹരമായ ഒരു വൃക്ഷം പോലെയാണ്. എന്താണ് ആ വൃക്ഷത്തിന്റെ പ്രത്യേകത? അതിന്റെ വേരുകൾ ഭൂമിയുടെ ആഴത്തിൽ ആണ്ടിറങ്ങിയിട്ടുണ്ട്. അതിന്റെ ശാഖകൾ ആകാശത്ത് പ്രവിശാലമായി പരന്ന് പന്തലിച്ച് കിടക്കാണ്. അതിന്റെ ഫലങ്ങൾ കാലഭേദമന്യേ എല്ലാ കാലത്തും ജനങ്ങൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരു മനോഹരമായ വൃക്ഷം പോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ആ ആദർശവാക്യത്തിന്റെ എസൻസ്, ആ ആദർശവാക്യത്തിന്റെ ആത്മാവ്, ആ ആദർശവാക്യത്തിന്റെ ഉള്ളടക്കം, ആ ആദർശവാക്യത്തിന്റെ കണ്ടന്റ് അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മുസ്ലിം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മുസ്ലിം ഉമ്മത്തിനെ പാകപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി. അത് പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് നിർവഹിക്കപ്പെട്ട ദൗത്യമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യത്തിന്റെ പ്രായോഗികത എങ്ങനെയാണെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശവാക്യത്തിന്റെ രണ്ടാം ഭാഗത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അനുസരിച്ച് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഒരാൾ അംഗീകരിച്ചാൽ അയാൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്, ഈ രണ്ട് ചോദ്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായോഗികമായ ജീവിതത്തിൽ മനോഹരമായ മാതൃക നമുക്ക് കാണാൻ കഴിയും. ആ മാതൃകയനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ എല്ലാ അടരുകളെയും തന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് സുന്നത്തുർ റസൂൽ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് ഈ ലോകത്തുള്ള വിശ്വാസികൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മുസ്ലിം ഉമ്മത്തിനെ പാകപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ രാജ്യത്ത് നിർവഹിക്കുന്നത്. അത് ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്ന, അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ രാജ്യത്തുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട മതവിഭാഗങ്ങൾക്ക് അവർക്ക് ഭരണഘടന അനുവദിക്കുന്ന മൗലികമായ അവകാശങ്ങളുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ആ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒന്നാണ്
ഓരോരുത്തരുടെയും വിശ്വാസം നിലനിർത്തുവാനും ആ വിശ്വാസം പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം. അവിടെ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത്. അതല്ലാതെ സായുധ വിപ്ലവങ്ങളോ നിഗൂഢമായ അജണ്ടകളോ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മറ്റെന്തെങ്കിലും അജണ്ടകളോ ഇതൊന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ മുമ്പിലില്ല. അതൊരു തുറന്ന പുസ്തകമായി ഈ രാജ്യത്ത് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്? ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ലക്ഷ്യം. ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന് പടച്ച തമ്പുരാൻ മനുഷ്യ സമൂഹത്തിന്റെ ഉയർച്ചക്കും വളർച്ചക്കും പുരോഗതിക്കും വേണ്ടി നൽകിയ ജീവിതത്തിന്റെ മനോഹരമായ മാർഗം, നീതിയും ധർമ്മവും മൂല്യവും സത്യവും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പ്രായോഗികമായ ജീവിത പദ്ധതി അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാൻ മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. ആ ദീന് രണ്ട് വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവണം, കുടുംബത്തിൽ ഉണ്ടാവണം, സമൂഹത്തിൽ ഉണ്ടാവണം, ജീവിതത്തിന്റെ നിഖിലമായ മേഖലകളിലും ഉണ്ടായാൽ ആ സമൂഹത്തിൽ മനുഷ്യന്റെ എല്ലാ പുരോഗതിക്കും ആവശ്യമായ എല്ലാ ഉള്ളടക്കങ്ങളും അതിനകത്തുണ്ടാകും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ ഇസ്ലാമിനെ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുവാൻ ജനമനസ്സുകളിൽ സംവാദങ്ങളിലൂടെ, ആശയ പ്രചരണങ്ങളിലൂടെ, ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാനുള്ള പ്രവർത്തനങ്ങളിലൂടെ ആശയപരമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ഈ ലക്ഷ്യത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകുന്നത് എന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. ആശയ പ്രചരണം ജമാഅത്ത് നടത്തുന്നുണ്ട്. ആദർശപരമായ പ്രചരണം ജമാഅത്തെ ഇസ്ലാമി നടത്തും. ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, ഇസ്ലാം ഭീകരവാദമാണ്, തീവ്രവാദമാണ് എന്ന് പറയുമ്പോൾ അല്ല. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന്റെ സമാധാനപൂർണമായ ജീവിതത്തിന് പടച്ചു തമ്പുരാൻ നൽകിയ ജീവിത വഴിയുടെ പേരാണ് എന്ന പ്രചരണം ജമാഅത്തെ ഇസ്ലാമി ഈ സമൂഹത്തിനിടയിൽ നടത്തിക്കൊണ്ടിരിക്കും. അത് നടത്തുക എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ ബാധ്യതയായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സവിശേഷത. അതോടൊപ്പം മുസ്ലിം സമൂഹത്തിനകത്ത് ഇസ്ലാമികമായ ഉള്ളടക്കമുള്ള ജീവിതം നയിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും പ്രാപ്തമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നുണ്ട്. പിന്നെ ജമാഅത്ത് നടത്ത പടിയെന്താ? ജനസേവന പ്രവർത്തനങ്ങളാണ്. ഈ അമ്പലപ്പുഴയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സേവന പ്രവർത്തനങ്ങളുടെ എത്രയെത്ര ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതേതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമല്ല, പച്ചക്കറിലുള്ള എല്ലാവരും മനുഷ്യരാണ്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും എന്ന അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും